ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സെബ്രോണിക്സിൻ്റെ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ്. വയർ ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു ബുള്ളി ആനിവേഴ്സറി എഡിഷനിലൊക്കെ ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ബോക്സിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് ചില സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഇത് അൺബോക്സ്ഡ് ആണ് ഓൾറെഡി. ഇതിനകത്ത് കിട്ടിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ ഹെഡ്സെറ്റും അതിൻ്റെ വയറും കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വാങ്ങുന്ന ആൾക്കാരോടാണ് ഈ സാധനം വാങ്ങുമ്പോൾ ലാപ്പും സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ബട്ട് സിസ്റ്റം ഒന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ടാബ്ലറ്റിലാണ് കീബോർഡും മൗസും ഒക്കെ കണക്ട് ചെയ്തൊരു മൾട്ടി USB പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ കീബോർഡും മൗസും കണക്ട് ചെയ്യണം. അതുപോലെ കുറേ പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം അതിനകത്ത് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഒരു USB പോർട്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ ആ ഒരു പോർട്ട് നിങ്ങൾക്ക് കുത്തി കൊടുത്താൽ ഇതിൻ്റെ മേലെയുള്ള ലൈറ്റ് കത്തും. അത്രയേ ഉള്ളൂ ഗുണം ഈ സാധനത്തിൻ്റെ. അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടില്ല. ഞാൻ തുറന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഇത് തുറന്നിട്ടാണ് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത ഒരു സാധനമാണ്. ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല പ്രൊഡക്റ്റ് ആണ്, ആ ഒരു പൈസക്ക് ഉള്ളത് ഉണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയണം. അതായത് വാങ്ങുന്നവർ മണ്ടന്മാരാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന് ഒരുപാട് വയർ വരുന്നുണ്ട്. ഏകദേശം 3.5 mm ലെങ്ത് ഉള്ള വയറാണെന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 3.5 mm USB-യിൽ ലൈറ്റിംഗ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഇതിൻ്റെ മേലെ കൊടുത്ത ആ ഒരു സാധനം കണ്ടു, ട്രാൻസ്പെറൻറ്റ്, അതാണ് ലൈറ്റ് കത്തുന്ന RGB. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിലായിട്ടൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മൈക്ക് ഞാൻ കൈ പിടിച്ച മൈക്കിന് ഏകദേശം 500 രൂപ ആ ഒരു റേഞ്ചിലുള്ളൂ വരുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ സാധനം. ഇത് വേണമെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആമസോണിൽ നോക്കിയാൽ മതി, ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മൈക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ മൈക്ക് ഓക്കെ ആണോ ചോദിച്ചാൽ അല്ല. എടാ, പേരിന് മൈക്ക് കൊടുക്കൂലേ, പേരിന് മൈക്ക് കൊടുത്ത സാധനമാണിത്. ജസ്റ്റ് ഈ ഒരു മൈക്കിൽ സംസാരിക്കുന്ന ക്വാളിറ്റി പോലും കിട്ടാതെ ഭയങ്കര ശോകമാണ് ഇതിൻ്റെ മൈക്ക്. അതുകൊണ്ടാണ് ഞാൻ ഗെയിമിംഗ് വീഡിയോസിൽ ഈ മൈക്ക് യൂസ് ചെയ്യാതെ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഈ ഹെഡ്സെറ്റ് ഇട്ട സമയത്തൊക്കെ ഈ മൈക്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ റീസൺ ഇതാണ്, ഇതിൻ്റെ മൈക്ക് ശോകമാണ്. പിന്നെ ഇതിൻ്റെ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിലും ഇതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം ഇതിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ലോട്ടാണിത്, അതായത് ഹെഡ്സെറ്റ് ജാക്ക്. ഇത് ഞാൻ എങ്ങനെ കുത്തും? എൻ്റെ ടാബിന് ഹെഡ്സെറ്റ് ജാക്ക് ഇല്ല. അത് ആലോചിക്കണം. ഷവമിയുടെ സാധനമാണ്, അതുകൊണ്ടില്ല. അപ്പോൾ ഹെഡ്സെറ്റ് ജാക്ക് ഇല്ല. ഞാൻ ഇതിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്ന ആലോചിച്ച് നിന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ഈ സാധനം വാങ്ങി. കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ഈ ഒരു സാധനം പോയി വാങ്ങി. ഇതിന് ഏകദേശം 400 രൂപയാണ് ആയത്. 400 രൂപ. ഇത് USB ആണ്. ഇത് നമ്മുടെ മൾട്ടി പ്ലഗർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീബോർഡ് മൗസും യൂസ് ചെയ്യുമ്പോൾ അതിനൊരു മൾട്ടി USB പോർട്ട് ഉണ്ട്. അതിനകത്ത് കുത്തി വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ സൗണ്ടിനും മൈക്കിനും 2 ഓപ്ഷൻ ഉണ്ട്. ഈ സാധനം രണ്ടുക്കും കുത്താൻ പറ്റും. അങ്ങനെ ഒന്ന് കുത്തുമ്പോൾ സൗണ്ട് കേൾക്കാം. നമുക്ക് വീഡിയോ റിയാക്ഷൻ ചെയ്യുന്ന പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് വീഡിയോ അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഈ മൈക്കിൻ്റെ ഓപ്ഷൻ കണ്ടു ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മൈക്കിൻ്റെ ഈ ഒരു സാധനം കുത്തി കഴിഞ്ഞാൽ മൈക്ക് മാത്രം വർക്കാവും, സ്പീക്കർ വർക്കാവില്ല. അത് വല്ല കാര്യം ഉണ്ടാവുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ മൈക്കിൻ്റെ സാധനം മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ മൈക്ക് ഒരു ഗുണമില്ലാത്ത മൈക്കാണ്. ഞാൻ ജസ്റ്റ് ഇന്ന് ചെയ്ത് നോക്കിയിരുന്നു. അതിനകത്ത് വ്ളോഗ് എടുക്കാൻ പറ്റുമോ, വ്ളോഗല്ല ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കി. പറ്റൂല ഗൈസ്, അത് ഭയങ്കര ശോകം സാധനമാണ്. ഇത് പാട്ട് കേൾക്കാൻ കൊള്ളാം ചോദിച്ചാൽ വീഡിയോ റിയാക്ഷൻ ചെയ്യൂലേ, അതിന് പറ്റും. പക്ഷെ ഞാൻ ഈ സ്റ്റഡി ടൈമിനൊക്കെ സ്റ്റഡി വേവ്സ് ഉണ്ടാവും, അത് പ്ലേ ചെയ്യാനൊക്കെ ഇത് ഇടയ്ക്ക് യൂസ് ചെയ്യും. കാരണം എപ്പോഴൊന്നും ഞാൻ എൻ്റെ റൂമിനകത്ത് പാട്ടിടൂല. പാട്ടിടാനാണെങ്കിൽ നമ്മുടെ വേറെ സാധനം ഉണ്ട്. ഒരു വലിയ, ഇത് കാണാൻ ചെറിയ സാധനമാണ്, പക്ഷെ ഇതിൻ്റെ ശബ്ദം ഉണ്ടല്ലോ എൻ്റെ പൊന്നു. ഇതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ല. ആകെ ഇത് 2 മൈക്കും ഉണ്ട്. ഇതിൻ്റെ കുറിച്ച് റിവ്യൂ ചെയ്യാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 2 years
യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. അതിൻ്റെ എന്താ ചെയ്യണോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിവേ ഇതിൻ്റെ കാര്യത്തിലോട്ട് വരികയാണ്. ഇതിന് ഞാൻ വാങ്ങിയ സമയത്ത് 850 രൂപ അങ്ങനെ എന്തോ വന്നത്. ഇത് ആ ഒരു ബഡ്ജറ്റിന് ഒരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ ബ്ലൂടൂത്ത് കിട്ടാൻ കുറവാണ്. ഗെയിമിംഗ് ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് കിട്ടാൻ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും പോകുന്ന ഒരു സാധനം ഇങ്ങനത്തെ വയർഡൊക്കെ തന്നെ പോകേണ്ടി വരും, ലോ ബഡ്ജറ്റിൽ പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സാധനം ഓക്കെയാണ്, PC സെറ്റപ്പ് ഉണ്ടെങ്കിൽ സുഖമാണ്. PC ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, PC ഉണ്ടെങ്കിൽ ഈ മൈക്കും സ്പീക്കറും ഒപ്പം വർക്കാക്കുക. എനിക്കിതിനെ പറ്റി അറിയാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. എനിവേ ഞാൻ ഇതിൻ്റെ മൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോൾ, ഗെയിമിങ് ചെയ്യുമ്പോൾ, പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആകെ ഇതിൻ്റെ സ്പീക്കർ മാത്രമേ വർക്ക് ആക്കുള്ളൂ. അതിന് ആണ് ഈ ഒരു 400 രൂപയുടെ സാധനം, മനസ്സിലായില്ലേ? അപ്പോൾ എക്സ്ട്രാ ഒരു 400 രൂപ, ഏകദേശം ഒരു 1300 രൂപ ആ ഒരു റേഞ്ചിക്കൊക്കെ വരും. 1200, 1250 ആ ഒരു റേഞ്ചിക്ക് വരും. ഈ സാധനം കൂടെ വേണം. ഇതിന് എല്ലായിടത്തും ഏതാ റേറ്റ് എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞെടുക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്താ പറയുക, ഹെഡ്സെറ്റ് ജാക്ക് അപ്പുറത്ത് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേരറിയില്ല ഇതിൻ്റെ. അങ്ങനെ കുറെ പറഞ്ഞിട്ട് കിട്ടിയതാ, പറ്റില്ല. സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ഇത് കുറേ നേരം വെക്കുമ്പോൾ നോർമൽ ഹെഡ്സെറ്റ് ആണല്ലോ. പിന്നെ എന്നെ പോലെ കണ്ണട യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ണട വെക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണട ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടി ഇതിടണം. പിന്നെ ഇത് ഞാനൊന്ന് ലൈറ്റ് കത്തിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഭംഗി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സെബ്രോണിക്സിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ലുക്ക് ഉണ്ട്. നിങ്ങളൊരു ഗെയിമിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിടാം, അതിനൊക്കെ പറ്റും. സൈഡിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. RGB വർക്ക് ആവുന്നുണ്ട് ഈ രണ്ട് സൈഡിലും. എനിവേ ദിസ് ഈസ് ഗുഡ്. നിങ്ങളിത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇട്ടാൽ ഞാൻ ഇങ്ങനെ ഇട്ട് വീഡിയോ ചെയ്ത് ഒരു ചെറിയ പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇത് ഇങ്ങനെ വെക്കും. ഈ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഇത് ലോക്കൽ മൈക്ക്, അധികം തിരിച്ചാൽ ഇത് ഇവിടുന്ന് ഒടിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ എനിവേ ഇതൊരു ഗുഡ് ഓപ്ഷൻ ആണോ ചോദിച്ചാൽ റിയാക്ഷൻ ചെയ്യാൻ കുഴപ്പമില്ല. ലോ ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോക്കാം. ഇതാണ് ഇതിട്ട് കഴിഞ്ഞാലൊരു രസം. ഓക്കെ, ഇത് നല്ല കംഫർട്ടായിട്ട് നിങ്ങളുടെ തലയിലിരിക്കും. ഇത് വർക്കാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സാധനം വേണം. ഓക്കെ, അത് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക. ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഈ ഒരു സാധനം കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വോയിസ് ഒക്കെ ഓക്കെ കേട്ടോ, അതിനൊന്നും പറയാനില്ല. സൗണ്ടൊക്കെ ഓക്കെയാണ്. ഗെയിമിങ് ആയാലും ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ കിട്ടും. ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് കളിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് കളിച്ച് സംസാരിച്ച് കളിക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കറിയത്തില്ല ഇനി ഇത് ഹെഡ്സെറ്റ് ജാക്ക് ഇതുമ്മ കണക്ട് ചെയ്യുന്നോണ്ടാണോ എന്നറിയില്ല. ഇനി ഹെഡ്സെറ്റ് ജാക്ക് ഉള്ള ടൈപ്പ് ടാബ്ലറ്റ് ഉണ്ടാവുമല്ലോ, ഹെഡ്സെറ്റ് ജാക്ക് ഒക്കെ ഉള്ള ടൈപ്പ്. എൻ്റെ ഷൗമിയിൽ ഇപ്പോൾ അത് ഇല്ല. അത് ഞാൻ കുറേ നോക്കിയായി, ഇതിനകത്ത് ഇല്ല. സാംസങ്ങിൻ്റെ ഒക്കെ ടാബിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ റെഡ്മി, അവർക്കൊക്കെ ഹെഡ്സെറ്റ് ജാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടും മൈക്കും ഇതും വർക്ക് ആവുന്നുണ്ടാവാം. എനിക്കറിയത്തില്ല അതിനെ കുറിച്ചിട്ട്. എനിവേ ഇതൊരു ഗുഡാണോ ചോദിച്ചാൽ ഗുഡാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. എനിവേ വീഡിയോ കുറച്ച് ലെങ്തായി, പക്ഷേ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമ്മൾ പുതിയ പുതിയ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഗെയിമിങ് വീഡിയോസ് ഇടാറുള്ളത്. നമ്മളതിനെ കൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊരുത്തപ്പെട്ട് പോകുന്നു, സീനൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.